അമ്മായി പറയണതിൽ എന്താണ് തെറ്റ്? ലേഖയുടെ സ്ഥാനത്ത് ശ്രീകുട്ടിയാണെങ്കിൽ നമ്മൾ സമ്മതിക്കോ? കണ്ടിട്ടെന്റെ തൊലി ഉരിഞ്ഞു പോയി. ആ കണ്ട ആളുകളും വക്കീലന്മാരും കോടതിയും ഒക്കെ നോക്കി നിൽക്കേ അവൻ ആ പെണ്ണിന്റെ കൈക്ക് പിടിച്ച് വണ്ടി കയറ്റി പാഞ്ഞുപോയി. ഇതിന്റെ പേരെന്താ? ചങ്കൂറ്റോ അതോ ചെറ്റത്തരോ? ഇനി ഞാൻ എന്തൊക്കെ കാണണം എന്റെ ഈശ്വര. അമ്മ ഇനി കരഞ്ഞ് BP കൂട്ടണ്ട. നാളെ ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് നെല്ലിയാമ്പതിക്ക്. എന്തിന്? നീ പോകണ്ട. കണ്ട തേവടിച്ചിപ്പുറയിലേക്ക് നീ പോണ എന്തിനാ? അവനായി അവന്റെ പാടായി. പോഞ്ഞ കൊള്ളി പുറത്ത്. രഘുവാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരട്ടെ അവൻ. അമ്മ ചോദിക്കേ. ഞാൻ ഇനി ചോദിക്കാനുമില്ല പറയാനുമില്ല. എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? ആ തേവിടിച്ചാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അതെന്താ? എന്താടാ മിണ്ടാത്? പറയടാ കുരുത്തം കെട്ടവനെ. അമ്മേ അടുത്ത ഊഴ ആരുടെയാണ്? രഘു തയ്യാറായ വന്നിരിക്കണേ. ഏട്ടന് ശിക്ഷിക്കണ്ടേ? നീയല്ലേ ഇപ്പൊ ഞങ്ങളൊക്കെ ശിക്ഷിച്ചുകൊണ്ടിരിക്കണത്? എന്താ മോനെ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? വിധിയാണ് രവിയേട്ട. വിധി തോന്നിപ്പിക്കണതാ. ഏടത്തിയമ്മയ്ക്കൊന്നും പറയാനില്ലേ? എന്തേ? പറഞ്ഞ ചിലപ്പോ നില തെറ്റിപ്പോവും. ഏട്ടത്തി ഈ വീട്ടിൽ വരുമ്പോ നീ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. അന്ന് ഏട്ടൻ പറഞ്ഞു രഘുവിനെ മോനെ പോലെ കാണണം. ഏട്ടത്തെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പറഞ്ഞു വന്ന ആ നില മറന്ന് സംസാരിക്കണം. അത് വേണ്ട. എനിക്ക് ഈ വീട്ടിൽ താമസിക്കാമോ? ഇങ്ങോട്ട് വരാണ്ടിരിക്കുക നല്ലത്. അവളോടൊപ്പം കാട്ടി തന്നെ കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് മനസമാനത്തോടെ കഴിയാലോ. ഒരു രാത്രി ഞാൻ ഇവിടെ കഴിഞ്ഞോട്ടെ അമ്മേ. നാളെ വെളുത്തിട്ട് പൊയ്ക്കോളാം. ലേഖയൊന്ന് കണ്ടിട്ട് ഇനി എന്തിനാ? അവളെ വഞ്ചിച്ചില്ലേ നീ? അതിനി നടക്കില്ല. തൃപ്തിയായില്ലേ നിനക്ക്? പൊയ്ക്കോ. പോയി അവളുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചു. രഘു പോട്ടെ. എനിക്ക് എന്താടാ അത്? വിഷമം കൊണ്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഒക്കെ ശരിയാവും. ഒക്കെ ശരിയാവും. എന്നെ ശിക്ഷിച്ചത് മതിയായില്ലടാ നിനക്ക്? ഞാൻ ആരെയും ശിക്ഷിക്കണില്ല. എല്ലാ ശിക്ഷയും ഏറ്റുവാങ്ങല്ലേ. മനുഷ്യനാണ്, തെറ്റുപറ്റും. അതിന് ആവശ്യത്തിൽ കൂടുതൽ വേദന തിന്നണമെന്നുണ്ട്. ഇപ്പോ നീ എനിക്ക് ശത്രുവായി. ഞാൻ ആയതല്ലോ, ആക്കിയതല്ലേ. ഒരു പാവം സ്ത്രീയുടെ മാനവും ജീവിതവും മോഹങ്ങളും ഒക്കെ തകർത്തത് പറ്റിപ്പോയൊരു തെറ്റ് മാത്രമാണ് ഏട്ടന്. മനസ്സിലാക്കാം. ഇപ്പൊ നിയമത്തിന്റെയും സമൂഹത്തിന്റെയും മുന്നില് അവളെ ഒരു അഭിസാരികയാക്കി ചിത്രീകരിക്കുന്നു. അതും പറ്റിപ്പോയൊരു തെറ്റെന്ന് പറഞ്ഞ് കൈ കഴുകാണോ? പറയേ. നിന്നെ ആ സ്ത്രീയിൽ നകറ്റാൻ ഞാനത് ചെയ്തു. അതിനുവേണ്ടി ഇനിയും എന്ത് തെറ്റും ഞാൻ ചെയ്യും. അങ്ങനെ എല്ലാ തെറ്റുകളും സമ്മതിച്ചു തരാൻ രഘുവിന് ബുദ്ധിമുട്ടുണ്ട്. എന്നേക്കാൾ വലുതാണോടാ നിനക്ക് ആ സ്ത്രീ? ഇപ്പോ ഏട്ടൻ സ്വയം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീ ഇന്നെന്റെ ബാധ്യതയും ഉത്തരവാദിത്വമായിരിക്കുന്നു. എന്ത് ബാധ്യത? എന്ത് ഉത്തരവാദിത്വം? മനുഷ്യന്റെ കണ്ണീരിലും ദുരന്തങ്ങളിലും സഹതപിച്ചു പോണ ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ ബാധ്യതയും ഉത്തരവാദിത്വവും. പിന്നെ ഏട്ടനും കൂടി ചേർന്ന് നശിപ്പിച്ച ഒരു ജീവിതം, ഏട്ടന്റെ അനിയൻ എന്ന നിലയിലുള്ള ബാധ്യത, ഉത്തരവാദിത്വം. അങ്ങനെ ഏട്ടന് മനസ്സിലാക്കാൻ പറ്റാത്ത പലതുമുണ്ട്.
അവളെ അഭിസാരികയാക്കാൻ നിങ്ങളൊക്കെ കൂടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസുണ്ടല്ലോ, നിങ്ങൾ കുഴിച്ച കുഴി, ആ കുഴിയിൽ വീഴാൻ പോകുന്ന ആരൊക്കെയാണെന്ന് കണ്ടോളൂ. ഞാൻ ആ കേസ് പ്രൊസീഡ് ചെയ്യാണ്. എന്റെ അന്തസ്വാഭിമാനവും ഇനിയും അങ്ങനൊന്നുണ്ടോ? Come out! Come out, you bastard! Or I'll shoot! മാറാമെന്ന് ഇവിടെ ഞാൻ കൊല്ലും. ആദ്യം എന്നെ, എന്നിട്ട് ഏട്ടനെ അവളെ കൊല്ലാൻ കഴിയൂ. അവനും മടിക്കില്ലടാ. ഞാൻ എന്റെ മാനം രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. ഏട്ടനത് കഴിയുമെങ്കിൽ മടിക്കണ്ട. ഡു ഇറ്റ്. ഇവളുടെ വാക്ക് കേട്ട് നീ എന്നോട് പ്രതികാരം ചെയ്യുവാണല്ലേടാ? നീ എന്നെ നശിപ്പിച്ച് അടങ്ങൂ. നീ എല്ലാരെയും നശിപ്പിക്കും. നിന്റെ ഭാവി നീ നശിപ്പിച്ചില്ലടാ. ലേഖയെ നീ നഷ്ടപ്പെടുത്തിയില്ലേ? എല്ലാരെയും നീ മറന്നില്ലടാ. തീർന്നോ? ഇനി ശിക്ഷയ്ക്ക് കഴിയുമെങ്കിൽ കൊല്ല്. അതിനുള്ള അധികാരവും അവകാശവും ഉണ്ടല്ലോ. പക്ഷെ ഇവളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഈശ്വരനെ പോലെ സ്നേഹിച്ച് ആരാധിച്ചതാണ്. ഇപ്പോ ഒരു കൊലയാളിയാവാൻ പോലും മടിക്കാത്ത നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്. നിങ്ങളുടെ അന്തസ്സും അഭിമാനവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ തനി നിറം പുറത്തു കൊണ്ടുവരാതെ ഇനി എനിക്ക് ഉറക്കമില്ല. അതിന്റെ പേരിൽ ഉണ്ടാവുന്ന എന്ത് ഭവിഷ്യത്തും ഞാൻ സഹിക്കും. വാടി. എന്തത്? എന്താ പറ്റിയേ? മാലു എന്നോട് ക്ഷമിക്കോ? എന്നെ വെറുക്കോ നീ? എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അതിന് മാത്രം എന്ത് തെറ്റാ ഹരിയേട്ടന് ചെയ്യാൻ പറ്റുക? പറ്റും, പറ്റി, ചെയ്തു പോയി. നമ്മുടെ രഘു അവൻ പാവാണ്. അവനെ നീ വെറുക്കരുത്. ഒരു തെറ്റും അവൻ ചെയ്തിട്ടില്ല. ഞാനാണ് ആ സ്ത്രീയെ. മതി, ഇനിയൊന്നും പറയരുത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. സാരമില്ല, മനുഷ്യരല്ലേ, തെറ്റുപറ്റും. സാരമില്ല.